ഹലോ, ഇന്ന് ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൊണ്ടുള്ളൊരു ചട്നിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഉള്ളി ഞാനൊരു 1.25 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് മുറിച്ച് വെച്ചതാണ്. പിന്നെ വെളുത്തുള്ളി ഒരു മീഡിയം സൈസാണ് എടുക്കുന്നതെങ്കിൽ ഒരു 12 അല്ലി വെളുത്തുള്ളി എടുക്കാം. എനിക്കിവിടെ ഇച്ചിരി വലിയ സൈസായതുകൊണ്ട് ഞാൻ മുറിച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി, മല്ലിയില, പിന്നെ കടുവറുക്കാനാണെങ്കിൽ കടുക്, ഉഴുന്ന് പരിപ്പ്, കറിവേപ്പില, വറ്റൽമുളക്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പച്ചമുളകൊന്നും എടുക്കുന്നില്ല. വറ്റൽമുളകിൻ്റെ എരിവാണ് ഈ ചട്നിയുടെ എരിവ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒരു ചെറിയ കടായിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. ഇനി ഉഴുന്നൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. വറ്റൽമുളക് ഞാനിവിടെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ എരിവനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഈ ഉള്ളി നന്നായിട്ട് വഴറ്റണം. അപ്പോൾ ഉള്ളി കുറച്ച് കൂടുതൽ വഴറ്റുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഉള്ളി ഒന്ന് കരമലൈസ് ചെയ്യുവാണെങ്കിൽ അതിനൊരു സ്വീറ്റ്നെസ് കൂടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എരിവ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ചെറിയ ഉള്ളി ചേർക്കുകയാണ് ഞാൻ. ഈ ചെറിയ ഉള്ളി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. നമുക്കിനി ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നമ്മുടെ വീട്ടിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ചട്നിയാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിലും എടുക്കാം. പക്ഷേ എപ്പോഴും ചെറിയ ഉള്ളിക്കായിരിക്കും ടേസ്റ്റ്. അതുപോലെ ചെറിയ ഉള്ളിക്കാണ് പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൂടുതൽ നമ്മൾ സവാളയെക്കാളും. സ്വീറ്റ്നെസ്സും കൂടുതലാണ് ചെറിയ ഉള്ളിക്ക്. അപ്പോൾ നമ്മൾ സവാളയാണ് എടുക്കുന്നതെങ്കിൽ എരിവും പുളിയും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ചുമക്കണ്ട. ഓക്കെ, ഫൈനലി നമുക്ക് കുറച്ച് ചുമക്കണമെങ്കിലും വെളുത്തുള്ളി ചേർക്കാൻ അത് നന്നായിട്ട് ചുമക്കണം എന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒന്ന് വെന്ത്, അതായത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇനി ഞാനിതിലേക്ക് വെളുത്തുള്ളി ചേർക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്കിവിടെ ഇച്ചിരി വലിയ സൈസുള്ള വെളുത്തുള്ളിയാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയ സൈസ് വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 10-12 എണ്ണം എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചുമന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ഇത് ശരിയായി കിട്ടും. പിന്നെ നമുക്കിതിൽ തീ ഓഫ് ചെയ്തിട്ട് മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില ആ ചൂട് കൊണ്ട് തന്നെ അങ്ങ് വെന്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം പുളിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പം ഞാനൊരു 10 മിനിറ്റ് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് മിക്സി ജാറിലേക്ക് മാറ്റുകയാണ്. ഇതിനകത്ത് ഞാൻ പുളിയും ചേർത്തിട്ടുണ്ട്. അതായത് നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് മല്ലിയില ഇട്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ അരയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പുളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ചട്നി റെഡിയായിട്ടുണ്ട്. ഇത് ശരിക്കും ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ ടിഫിൻ്റെ കൂടെ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.